ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്തു തരാൻ എൻ്റെ ദൈവം നിങ്ങളോടുള്ള ബന്ധത്തിൽ വിശ്വസ്തനാണ്. നിങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം വിശ്വസ്തനാണ്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതം ദൈവവചന ചിന്തകളുമായിട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപിടുത്തത്തിലായിരിക്കാൻ കർത്താവ് കൃപ നൽകുന്നല്ലോ. ഈ മെസ്സേജുകൾ ഓരോ ദിവസവും ആമേൻ ആമേൻ അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമാകുന്ന ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. മടങ്ങി വരട്ടെ. ഞാനിന്ന് ആമേൻ പറഞ്ഞു തുടങ്ങിയ പദം ഇങ്ങനെയാണ്: ചോദിക്കുന്നതിനെക്കാട്ടി നനയ്ക്കുന്നതിനെക്കാട്ടി അത്യന്തപരമായിട്ട് ദൈവം നമ്മളെ നടത്തും. സക്കായി നമുക്കറിയാം അല്ലേ? സക്കായി വളർച്ചയിൽ കുറിയവനായിരുന്നു, ചുങ്കക്കാരനായിരുന്നു, പ്രമാണിയായിരുന്നു. എല്ലാം ഉണ്ടെങ്കിലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം കയറി യേശുവിനൊന്ന് കാണും. നമ്മുടെ ഉള്ളിലും ആ ആഗ്രഹം പല രീതി വന്നിട്ടുണ്ട് അല്ലേ? മടങ്ങി വരട്ടെ. ഞാൻ സക്കായിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒത്തിരി പ്രതിസന്ധികൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. യേശുവിനെ കാണണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടോ? ട്രാക്റ്റിലൂടെ യേശുവിനെ കണ്ടവരുണ്ട്, പേഴ്സണൽ സുവിശേഷം പറഞ്ഞതിലൂടെ യേശുവിനെ കണ്ടവരുണ്ട്, കൺവെൻഷൻ മീറ്റിങ്ങിൽ പോയതിലൂടെ യേശുവിനെ കണ്ടവരുണ്ട്. പല രീതിയിലാണ് ഒരു ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തിലൂടെ കർത്താവിനെ കണ്ടവരുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് സക്കായിയുടെ കൂടെ ജോലി ചെയ്ത ചില ചുങ്കക്കാരുടെ ലൈഫിനകത്ത് വന്ന രൂപാന്തരമായിരിക്കണം സക്കായിയെ യേശുവിനെ കാണാനായിട്ട് പ്രേരിപ്പിച്ചത്. കാരണം യേശുവിനെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ പറയുന്ന പദം ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്നാണ്. അപ്പോൾ ഈ ചുങ്കക്കാരുടെ കൂടെ ഇരിക്കുമ്പോൾ അവരിലുള്ള ആ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും ഒന്നുമല്ല യേശുവിലേക്ക് വരുന്നത്, മറിച്ച് യേശുവുള്ള സ്നേഹം, സന്തോഷം, ആ സമാധാനം, ആ ദൈവികമായ ദീർഘക്ഷമ ഒക്കെ അങ്ങോട്ട് കടന്നില്ലേ. അങ്ങനെ രൂപാന്തരം വന്നവരുടെ ആ സാക്ഷ്യങ്ങളായിരിക്കണം സക്കായിയെ യേശുവിനെ കാണാനായിട്ട് പ്രേരിപ്പിച്ചത്. നിശ്ചയമായിട്ട് നോക്കിയ ദൈവമക്കളെ, ആ സക്കായി യേശുവിനെ കാണാനായിട്ട് മുന്നോട്ട് നീങ്ങിയെങ്കിലും തടസ്സങ്ങളാണ് വന്നത് ഇല്ലേ? ഞാൻ പറയാം, കർത്താവിനെ സേവിക്കാൻ ഞാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം വരുന്ന പട്ടണത്തെ അല്ല, തടസ്സങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, പോരാട്ടങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. ഇന്നലകളിൽ നിങ്ങൾ വിട്ടിട്ട് വന്ന സകലതും നിങ്ങളെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. പക്ഷെ മനസ്സിലാക്കണം, ഈ കർത്താവിനെ വിട്ടിട്ട് പോവരുത്. ഈ കർത്താവിൽ തന്നെ മുറുകെ പിടിച്ച് നിൽക്കണം. അതിനകത്ത് നീ തകർന്നു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. നോക്കിയേ, മുമ്പോട്ട് ഓടി കാട്ടത്തിയെ കയറി, ഇലകൾ മാത്രമുള്ള കാട്ടത്തിയിൽ കയറി. അവൻ്റെ ആഗ്രഹം ഇങ്ങനെയാ: എനിക്ക് യേശുവിനെ കാണണം, യേശു എന്നെ കാണരുത്. നല്ല ആഗ്രഹം അല്ലേ? ഇന്നും അനേകരങ്ങനാ, യേശുവിൽ നിന്ന് എനിക്കൊരു വിടുതൽ കിട്ടണം, പക്ഷേ ഞാൻ യേശുവിൻ്റെ കൂടെ ജീവിക്കത്തില്ല, ഞാൻ എൻ്റെ എല്ലാം മാറ്റി വെച്ച് ഈ കർത്താവെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറ്റുന്ന സമൂഹം എനിക്ക് തന്നിരിക്കുന്ന ഒരു വിലയില്ലേ, സമുദായം തന്നിരിക്കുന്ന വിലയില്ലേ, ഹല്ലേലൂയ. അങ്ങനെ പലരും രഹസ്യമായിട്ട് കർത്താവിന് വേണ്ടി ആരാധിക്കുന്ന പ്രിയപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഹല്ലേലൂയ. നോക്കിയേ, ഈ ഇലകൾ മാത്രമുള്ള കാട്ടത്തിയിൽ സക്കായി കയറി. യേശു അതുവഴി വരുക. അങ്ങനെ ഇതിനകത്ത് യേശു സക്കായിക്ക് കൺഫ്യൂഷനാണ്. പക്ഷേ യേശുവിനൊരു കൺഫ്യൂഷനും ഇല്ല കേട്ടോ. ആ കാട്ടത്തിയുടെ അടുത്തെത്തിയപ്പോൾ കർത്താവ് മേലോട്ടൊന്ന് നോക്കി. യേശു മേലോട്ട് നോക്കി എന്ത് സംഭവിക്കും? കൂടെയുള്ളവർ മേലോട്ട് നോക്കും ഇല്ലേ? അടുത്ത നിമിഷം സക്കായിയെ വേഗം ഇറങ്ങി വാ. അയ്യോ, എൻ്റെ പേരറിയാവുന്ന യേശുവോ, എന്നെ അറിയാവുന്ന യേശുവോ, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ അറിയാവുന്ന യേശുവോ, ആ യേശുവിനെ എനിക്ക് വേണം. അവൻ എല്ലാം ഞാൻ മാറ്റി വെക്കുക. ഇനി ഇലകളുടെ ഇടയിൽ ഞാൻ മറഞ്ഞിരിക്കത്തില്ല. യേശു എന്നെ സ്നേഹിക്കുന്നു, ഈ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും, യേശു മാത്രം മതി എനിക്ക്. സക്കായി ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ട് ഇപ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ ഈ വചനം പറയുമ്പോൾ ഇന്നലകളിൽ മറഞ്ഞിരിക്കുന്ന നിമിത്തം വരുന്ന ചില പ്രയാസങ്ങൾ, മറഞ്ഞിരിക്കുന്ന നിമിത്തം വന്ന ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആത്മാവിൽ പറയും, നീ മറഞ്ഞിരിക്കേണ്ട വ്യക്തിയല്ല. സന്തോഷത്തോടെ ഭവനത്തിനകത്ത് യേശുവിനെ കൈക്കൊള്ള്. എൻ്റെ ജീവിത രൂപാന്തരപ്പെടാൻ പോവുക. ഞാൻ ഈ വചനം പറയുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് വരുന്നു. എക്സ്പെഷ്യലി ചില അവിശ്വാസികളായിട്ട് ഉള്ള ചില വ്യക്തികൾ ഈ മെസ്സേജ് കേട്ട് യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങാൻ പോവുക, പരസ്യമായിട്ട് യേശുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങാൻ പോവുക. അത് ഈ വരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, സക്കായിയെ പോലെ ഞങ്ങൾ പലപ്പോഴും മറഞ്ഞിരിക്കുന്നവരാ കർത്താവേ. ഞങ്ങളുടെ പേര് വിളിച്ച് പുറത്തു കൊണ്ടുവരുന്ന കർത്താവേ, ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരുടെയും ലൈഫിനകത്ത് ഒരു സന്തോഷകരമായൊരു വലിയൊരു അനുഗ്രഹം, വലിയൊരു നന്മ, വലിയൊരു വിടുതൽ അവിടുന്ന് കൽപ്പിച്ച് കൊടുക്കണം എന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.